ദിസ് റൈസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് ഗൈസ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ? ഞങ്ങൾ ഇതാക്കുന്ന വയനാട്ടിലാണ്, പനമരത്ത്. പഴയ വീടിൻ്റെ അടുത്ത് വന്നതാട്ടോ ഗൈസ്. ഞങ്ങൾ കുറേ ഓർമ്മകളൊക്കെ ആയവർ. കാരണം ഞാനൊക്കെ ചെറുതായപ്പോൾ ഇവിടെ ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. ഇഷ്ടികക്കളുണ്ടായിരുന്നു ഇവിടെ. അപ്പം കുറേ ഓർമ്മകൾ. ഇവിടെ ഒരു പുഴ ഉണ്ട്, കബനിപ്പുഴ. അവിടെ മുതലകളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ അതാ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് അയവർക്കാൻ വേണ്ടി വന്ന കുറേ ഓർമ്മകളായിട്ട്, കുറേ അലക്കാനൊക്കെ പുഴയിലേക്ക് വരുന്നതും ചീര പറിക്കാൻ വരുന്നതൊക്കെ. ചീര പറിക്കാൻ വരുമ്പോ അതെ, മുള്ളൻചീര പറിക്കാനൊക്കെ വരും. ഇവിടെ ഒരു ഇഷ്ടികക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. പിന്നെ കൊറേ നമ്മളെ ഇഷ്ടികക്കളത്തിൽ ജോലി ചെയ്യുന്ന കൊറേ ആൾക്കാരൊക്കെ താമസം, കത്തി വെക്കുന്നവരും പല അതേപോലെ കൈനോട്ടക്കാരും അങ്ങനെയൊക്കെ ഉള്ളവരും ഇവിടെ ഇങ്ങനെ മറ്റേതില്ലേ, എന്താ പറയാ അതിന് പറയല്, ഈ തമ്പ് കെട്ടിട്ടെന്ന് പറയല്ലേ, ആ സാധനല്ലേ ഇങ്ങനെ കെട്ടിയിട്ട് സാരി കൊണ്ടൊക്കെ മറിച്ചിട്ട് ആ സാധനമൊക്കെ വെച്ച് കണ്ട് കൂടുന്ന കുറേ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ. പക്ഷെ ഇപ്പം ഇവിടെ ശൂന്യമായി കിടക്കുക കേട്ടോ. റേഹാനത്താൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞാനും ഷംനയും കൂടെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നമ്മൾ കൊടുവള്ളിയുള്ള ഷോപ്പിലേക്ക് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷംന സർപ്രൈസ് കൊടുക്കും ആദ്യം, അങ്ങനെ പറയാം ഞാനും വന്നേ ഉള്ളൂ. ഞങ്ങൾ ഡ്രസ്സെല്ലാം കൂടെ എടുക്കാൻ വന്നപ്പോഴേക്ക് ഇവിടെ ബാങ്ക് കൊടുക്കുന്ന ടൈമായിട്ടോ. നമ്മളെ കൊടുവള്ളി അഡ്രസ്സിനാണ്. ഷംനതാക്കുന്ന വീഡിയോ എടുക്കാൻ തിരക്കിലാണ്. ഇതാണ് കേട്ടോ റയാൻ താത്തക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്. ഇതാണ് കേട്ടോ ഷംനൻ്റെ വക, ഇത് എൻ്റെ വക, ഇത് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വകയുള്ള ഗിഫ്റ്റാണ് കേട്ടോ ഓക്ക്. അപ്പോൾ അതാക്കുന്നത് ഞങ്ങൾ മൂന്നാൾ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റാണ്. എങ്ങനെയുണ്ട്, ഇതിലേതാ രസം എന്ന് പറയും. ഞങ്ങൾ മൂന്നെണ്ണം ഞങ്ങൾ എന്നാ സെലക്ട് ചെയ്ത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ഗൈസ്, ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ആ രാത്രി തന്നെ നോമ്പൊക്കെ തുറന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയില്ലേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വയനാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അതാ ചുരത്തിലാണുള്ളത്. താത്തൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ നോമ്പ് തുറയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞായറാഴ്ച രാത്രിയാണ് നോമ്പ് തുറ, പക്ഷേ ഞങ്ങൾ വെള്ളിയാഴ്ചൻ്റെ അന്ന് രാത്രി ഞങ്ങൾ പോവാണ്. കാരണം 2 ദിവസം നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങളിതാ അവിടെ എത്തിയിട്ടോ. എല്ലാരും ഉണ്ട്. കിച്ചപ്പ അനക്ക് എന്താ കിട്ടിയേ? ഉമ്മച്ചിക്ക് കാരക്ക കിട്ടി. ചെപ്പിക്ക് എന്താ കിട്ടിയപ്പേ? കാരക്കല്ലേ. ഓ, ആങ്ങളതാക്കുന്ന ഉമ്മക്കും പെങ്ങൾക്കും ഒക്കെ കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ. ഉപ്പച്ചിക്ക് അതാക്കുന്ന എമർജൻസിയാണ്. റിതു നിങ്ങൾ എവിടെ വന്നേ? ഷെപ്പിങ്ങിൽ ഏത് സ്പ്രേ എടുക്കുന്നത്? ഏതാ നല്ല മണമുള്ള നോക്ക്. എല്ലാം പൊട്ടിക്കണ്ടേ? ചെപ്പി എല്ലാം ലീക്കാക്കിക്കോ. എടുത്ത് അടിച്ചു നോക്ക്. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നലെ പനമരത്ത് എത്തിട്ടോ. ജാബിൻ്റെ വീട്ടിലെത്തി. പിന്നെ വരുന്ന വഴിയൊക്കെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നു. പിന്നെ പിറ്റേന്ന് നേരം വെളുത്ത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 12 മണിയായില്ലേ? ആദ്യം 1 മണി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്ന് പിന്നെ അപ്പോൾ എല്ലാവരും എണീറ്റ് ഇവിടെ പണി തുടങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ വന്ന് കുഞ്ഞിപ്പത്തിരി പരത്തലൊടുങ്ങി ഗൈസ്. പരത്തി ഒരു ട്രിപ്പ് പരത്തി അടുപ്പത്ത് വെച്ചു. ഞങ്ങൾ അടുപ്പ് കണ്ടില്ലേ നിങ്ങൾ? നല്ല രസമല്ലേ? അങ്ങനെയാണ്. ഇവിടെ ഹാദിയ ഇരിക്കുന്നുണ്ട്. ഹാദിയ തട്ടിട്ടില്ല. കുഞ്ഞിപ്പത്തിൽ ഇനിയും പരത്താനുണ്ട്. ചിക്കൻ അതവിടെ കൊണ്ടുവച്ച് അവിടെ ഫുള്ള് ചെപ്പിക്ക് പണിയാ. ബീഫുണ്ട്. ഇന്നല്ല കേട്ടോ ഇവിടെ തുറ, നാളെയാണ്. ഞങ്ങളിന്ന് വെറുതെ തുറക്കാൻ, ഇന്നും നാളെയൊക്കെ അവിടെ തുറ തന്നെ. ജാബി എണീച്ചില്ല. മക്കളൊക്കെ എണീച്ച് നല്ല മക്കളായിട്ട്
കളി തുടങ്ങി കേട്ടോ. ഇവരൊക്കെ ഹാപ്പിയാ. കിച്ചപ്പാ, എനിക്ക് ഇവരൊക്കെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ടോ? കിച്ചോ കിച്ചോ അന്നോടാ ചോദിക്കുന്നത്. ഋതുമോൻ ഇന്നലെ കൊണ്ടുപോയി കാണിച്ചു ഗൈസ്. ഇനിയും 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഇനി കാണിക്കണ്ടേ. കഴിക്കാനായില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് മക്കളെ? കുഞ്ഞിപ്പത്തിരി അന്നെ കാണിക്കുള്ളില്ല ഫുള്ള്. ചെപ്പി ഇതാക്കുന്ന കുഞ്ഞിപ്പത്തിരിയിലെ ചെപ്പി ഉണ്ടാക്കുന്നത്. റയ്യാൻതാൻ ഇതാക്കുന്ന ഉറങ്ങിയിട്ടാണ് കുഞ്ഞിപ്പത്തിരി പരട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടില് കുഞ്ഞിപ്പത്തിരി ഒന്നും പരത്താൻ ആരും നിൽക്കില്ലല്ലോ. എല്ലാരും തെക്കൻ പത്തിരി പെട്ടെന്ന് കുഴച്ചടിച്ചു. ഇത് റിസ്ക് ഉള്ള പരിപാടിയാണല്ലോ. അങ്ങനെ കുഞ്ഞാക്കി കുഞ്ഞാക്കി ഇതാ ഇവിടെ ജെസിമോനും കൂടി കൊടുക്കുന്നുണ്ട്. അതെ, ഇവിടെ ഇതാക്കുന്ന കുഞ്ഞിപ്പത്തിരി അടുപ്പത്ത് ഒരു അടുക്കം വെച്ചിട്ടോ. ഇത് ഞങ്ങൾ ഉറങ്ങി എണീക്കുക 11:30 മണിക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പം തീരെ ചെപ്പി അറിയൂലല്ലേ. ഞങ്ങൾ വയനാട്ടിൽ എത്തിയിട്ടോ ഗൈസ്. ഇതാണ് ഒരു വീടിന്റെ ബേക്ക് വശം. കുഞ്ഞിപ്പത്തി ഇതാക്കുന്ന ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടോ. ഇനി അടുത്തപ്പോ ഇവിടെ ആയിരുന്നു ഗൈസ് ഞങ്ങൾ ആദ്യത്തെ വീട്. ഇവിടെ ഇപ്പൊ പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്ന കല്യാണൊക്കെ കഴിച്ച് കൊണ്ടുവന്ന വീട് ഇവിടെ ആയിരുന്നു. ഇപ്പൊ ആ വീടൊക്കെ ഓർമ്മയായി. അവിടെ പുതിയ വീടൊക്കെ ഉണ്ടാക്കുക. ഈ ഒരു ഭാഗമായിരുന്നു കേട്ടോ. അടുത്തടുത്ത് വീടൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം കുറേ ഓർമ്മകളുള്ളൊരു ഭാഗമാണ്. നല്ല രസമായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങളങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇനി വീട്ടിലേക്ക് നോമ്പ് തുറക്കാറാകുമ്പോഴേക്ക് ഞങ്ങൾക്ക് വീട്ടിലെത്തണം. സാധനങ്ങളൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലമായിരുന്നു ഗൈസ് ഇവിടെയൊക്കെ. പക്ഷെ ഈ കടലാസ്പൂൻ്റെ അടുത്ത് നിന്നൊക്കെ ഡാക്ടർ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൂക്കുപാലവും തേടി പോകാല്ലേ ചെപ്പി. ഇവരെ നാട്ടിലുള്ള തൂക്കുപാലം ഇവർക്ക് തന്നെ അറിയില്ല. അതാണ് ഗൈസ് പ്രശ്നം. നമ്മളിവിടെ ഉണ്ടെന്നുണ്ട്, നമ്മളിവിടെ എല്ലാ ടച്ചും വിട്ടുപോയില്ല. എന്ത് ചെയ്യാനാ, ഇവരൊക്കെ ഇവിടെ നിന്ന് പോയി ഗൈസ്. അപ്പം ഞങ്ങളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഗൂഗിൾ മാപ്പ്, അതെ അതെ, ഗൂഗിൾ മാപ്പ് നേരെ കൊണ്ട് പുഴയിലേക്ക് ചാടിപ്പിക്കും. എന്തായാലും ഞങ്ങൾ കണ്ടുപിടിക്കും ഗൈസ് തൂക്കുപാലം. നമ്മളൊരു വയലിലൊക്കെ എത്തിൻ്റെ അമ്മ. റോഡിന്റെ അവസ്ഥ ഗുരുതരമാണ്. നമ്മൾ പോവും ഗൈസ്. നല്ല അടിപൊളി സ്ഥലങ്ങളാട്ടോ. ഞങ്ങൾ ഇതാക്കുന്ന തൂക്കുപാലത്തിലെത്തിട്ടോ. അടിപൊളി പുഴ, ഒരുപാട് ആൾക്കാർ കുളിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. ചെപ്പി ഇതാക്കുന്ന ഈ ബാഗിനോൾ എന്താ ഇങ്ങി പറഞ്ഞ് പാട്ട ബാഗ്. ഞാൻ ബാഗ് ഇട്ട് അതെ, ഇനി ഈ ബാഗ് ഇട്ടിട്ട് ഇവക്ക് ഫോട്ടോ എടുത്ത് തരണം അല്ലേ? അത് വേണം. ഇതാണ് കേട്ടോ ഗൈസ് തൂക്കുപാലം. ഈ പുഴ അങ്ങനെ ഗൈസ് ഇതാണ് കേട്ടോ തൂക്കുപാലം. നല്ല അടിപൊളി തൂക്കുപാലം ഗൈസ്. മീൻ പിടിക്കാൻ കേട്ടോ ഇവിടെ. ഒരു വല ഇടുക, മീൻ പിടിക്കുക. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇത് ഭംഗിയാലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. എന്ത് ഭംഗിയാലേ അറിയാന്താ. ഈ ഡ്രസ്സ് എനിക്ക് ആര് വാങ്ങി തന്നറിയാന്താ? ഇത് എൻ്റെ വകയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. നാടാണ് ഗൈസ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുക കേട്ടോ ഈ ഒരു തൂക്കുപാലം. ഇവര് ജനിച്ച് വളർന്ന നാടൊക്കെ. ഞാനോ ഇങ്ങല്ല
ഇവര് പക്ഷെ പുറത്തിറങ്ങൂല. അതാണ് ഗൈസ്. നല്ല ഭംഗിയുള്ള അടിപൊളി തൂക്കുപാലൊക്കെ ആക്കിയതോ. പക്ഷെ പാലം കണ്ടിട്ട് ഇപ്പോ എത്രയോ 90 അതെ ഉണ്ടല്ലോ. ആങ്ങളെയും പെങ്ങളും റയാൻ താത്തൊക്കെ ഇങ്ങനെ വർത്താൻ പറഞ്ഞു കേട്ടോ. ഞങ്ങളിതാ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഞാൻ കേറിയില്ല, എന്നെ കൂട്ടാണ്ട് പോകും തോന്നുന്നു. ഞാൻ കേറട്ടെ ഗൈസ്. ജ്യൂസ് അടിക്കേണ്ട അളിയനാണ് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന ഉള്ളിവട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ പൊരിക്കുന്നത്? ചെപ്പി. ഉള്ളിവട ഉള്ളി. അങ്ങനെ ഗൈസ് റയാൻ താത്ത ഇതാക്കുന്ന ചീര നന്നാക്കണം കേട്ടോ അല്ലേ. ഇവിടെ പിന്നെ വന്നാൽ പൊരിച്ചക്കേക്കുള്ള ചീരയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പറയ്. പത്തിരി ചുട്ട് കൈ പൊള്ളി ഗൈസ്. ഇവിടെ വേഗം ഇങ്ങനെ ചീര റോഡുമലൊക്കെ ഉണ്ടാവും കേട്ടോ. റോഡുമലും പാടത്തും പറമ്പത്തും ഒക്കെ. ഇതൊക്കെ ഫുള്ള് വയലാണ് കേട്ടോ. ഇതിൻ്റെ കാറ് ഇതാക്കുന്ന ഗൈസ് ഇവിടെ ഉണ്ട്. ഇവർ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഏകദേശമൊക്കെ. ഫുള്ള് വയലാട്ടോ ഇവിടെ ഗൈസ്. നോമ്പുറക്കാനുള്ള ജ്യൂസ് ഉണ്ട്, പിന്നെ അടയുണ്ട്, ഉള്ളിവട ഉണ്ട്, ചായ ഉണ്ട്. ഇപ്പോൾ നോമ്പുറക്കാൻ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ. ഋതുമോനും അങ്ങനെ ഗൈസ് ജ്യൂസ് കാരക്ക എല്ലാം ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട്. ഇന്ന് ഞങ്ങൾ ചെറിയ തുറയാണ് കേട്ടോ. നാളാണ് വലിയ തുറ ഇവിടെ. ഇതാണ് താത്തൻ്റെ അളിയൻ്റെ ഉപ്പട്ടോ. ഇതാണ് ഗൈസ് കുഞ്ഞിപ്പത്തിരിയും ബീഫും. വാവ്. നമ്മളിതാ കൽപ്പറ്റ നെസ്റ്റോല് വന്നു കേട്ടോ. നൈറ്റ് പർച്ചേസിങ്. വേഗം കയറി ഗൈസ്. ഞങ്ങളിത് അവിടെ നെസ്റ്റോല് വന്നതാട്ടോ. ചെപ്പി എല്ലാവരും ഉണ്ട്. രാത്രി പർച്ചേസിങ്. നാളെ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ. ഈ എന്താ ഇതും കൊണ്ട് ഒക്കെ അതിനകത്തുള്ള സ്റ്റാമിന ഉള്ളു. ചെറിയുള്ളി വാരിയിടാട്ടോ റയാൻ താത്ത. ചെപ്പി ഇതാക്കുന്ന വെളുത്തുള്ളി വാരിടുന്നു. ചെപ്പി ഈ വെളുത്തുള്ളില്ലേ ഭയങ്കര ഉള്ളി വാരിടെല്ലാം കേട്ടോ. ഇതാക്കുന്ന മാങ്കോ പൈനാപ്പിള് ഒക്കെ ഉപ്പിലിട്ടാണ് കേട്ടോ. നല്ല പലതരം അച്ചാറുകളും ഉണ്ട്. മാങ്ങ വാങ്ങി ഗൈസ്. ഇനി പൈനാപ്പിൾ നോക്കട്ടെ. പൈനാപ്പിൾ എങ്ങനെയാ റേറ്റ്? ലോറിയോ സ്പാനിഷ് ഫിറ്റഡ് ബ്ലാക്ക് ഒലീവ്സ്. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയതായിരുന്നു ഇത് രണ്ടുമാണ് ഗൈസ്. ഞങ്ങളിവിടെ കൽപ്പറ്റ നെസ്റ്റോയിലേക്ക് വന്നപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇതാക്കുന്ന പാർവതി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. ഒരു ഹായ് കൊടുക്ക്. ഞങ്ങളെ കാണാനായിട്ട് മാത്രം ഇവിടെ വന്നതാട്ടോ. എന്താണ് ഞങ്ങൾ ഫോളോവേഴ്സിനോട് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? അടിപൊളി ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഷംന നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവക്ക് നിന്നെ കാണാൻ പറ്റില്ല. ഇനി എന്തായാലും ഉറപ്പായിട്ട് കാണാം. അതെ അതെ അതെ. നിന്റെ നാട്ടുകാരിയാണ് കേട്ടോ ഷംന. ആള് കൊള്ളാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാനാണ് അങ്ങോട്ട് എൻ്റെ കൂടെ കഷ്ടപ്പെടാണ് ഗൈസ് സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട്. ഞാനെന്തല്ല അതിലിറങ്ങുന്നില്ല. ഞാൻ ഇതിലിറങ്ങി പോയി കാറിൽ കയറട്ടെ. നമ്മളെ കൽപ്പറ്റ നെസ്റ്റോണ് കേട്ടോ ഗൈസ്.
ഗൈസ് നമ്മളെവിടെ അറിയാന്താ വന്നേ ചെപ്പി നമ്മളെവിടാ വന്നേ നമ്മൾ ഈ ടൗൺഷിപ്പിൻ്റെ ഇതായിട്ട് വന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മളെ ചൂരൽമല ഉരുൾപൊട്ടില്ലായിരുന്നോ അപ്പം അവിടെ ഉള്ളവർക്ക് ഉള്ള വീടുകളാണ് കേട്ടോ ഇത്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നത് അവിടെ നിന്നാണ്. ഒരുപാട് വീടുകളാണ് കേട്ടോ ഇതൊക്കെ. മാഷാ അല്ലാഹ് അടിപൊളിയാണ്. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, ഓല ആ ഒരു ദുഃഖത്തിൽ നമ്മൾ എത്രയോ എല്ലാവരും വിഷമിച്ചതാണ്. പക്ഷെ ഇത് കാണുമ്പോൾ അവർക്കൊരു ഭവനം, അത് എല്ലാവരും സ്വപ്നമാണല്ലോ. ആ ഭവനം, അവരുടെ ഭവനം പൊളിച്ചു പോയി, മണ്ണിനടിയിലായിപ്പോയി, ഒരുപാട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ് ഈ കാണുന്നത്. ഇവിടെ വന്ന് തന്നെ അതന്നെ കണ്ടാലേ അതിൻ്റെ ഒരു ഇതറിയുള്ളൂ. നമുക്ക് ആ ഒരു സന്തോഷം എന്താ പറയുക, അവിടെ വരുമ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഉണ്ട്. കാരണം വീട് കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയേറെ സന്തോഷമാണ്. ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് ഇത്രയും വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഗൈസ് ഇതാണ് കേട്ടോ പണി കഴിഞ്ഞ വീടുകൾ. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. 2000 സംതിങ് വീടുകളാണ് കേട്ടോ ഇവിടെ ടൗൺ ഹാളിൽ വരുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന ആ വീടുകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഇവിടെ ഇതാക്കുന്ന തകൃതിയായ പണിയിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.